ദുഃഖവെള്ളിയാഴ്ചയാണ്. ക്രിസ്ത്യാനികൾ പൊതുവിലും നമ്മുടെ നാട്ടിലെ കേരള കോൺഗ്രസ്സുകാർ പ്രത്യേകിച്ചും ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ്സുകാർക്ക് വേണ്ടിയിട്ട് രണ്ട് ഗുണപാഠ കഥകൾ ഇവിടെ പറയുകയാണ്. ഈ കഥ കേരള കോൺഗ്രസ്സുകാർ മാത്രമല്ല മറ്റ് പാർട്ടിക്കാർക്ക് കേൾക്കാവുന്നതാണ്. പക്ഷേ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെക്കുറിച്ച് പഠനം നടത്തുന്ന അല്ലെങ്കിൽ ഗവേഷണം നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തികച്ചും സഹായകരമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഈ സംഭവങ്ങൾ ഒരു കഥയല്ല, സംഭവങ്ങളാണ്. അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ടും മറന്നുപോയവർക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇവിടെ പറയുന്നത്. ഇതിൽ ഒരു തരി പോലും ഭാവനയില്ല, പരമസത്യം മാത്രമേ ഉള്ളൂ. 1980 തെരഞ്ഞെടുപ്പിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ്. 1964 കേരള കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടത്. 65 പാർട്ടി ആദ്യമായിട്ട് മത്സരിച്ചത്. 1973-74 കാലത്താണ് അതിൽ ഭിന്നിപ്പ് ആദ്യമായിട്ടുണ്ടായത്. 76 പാർട്ടി ആദ്യമായിട്ട് പിളർന്നത്. അന്ന് കെ എം ജോർജിൻ്റെ ഗ്രൂപ്പും കെ എം മാണിയുടെ ഗ്രൂപ്പുമായിരുന്നു. പിന്നീട് ജോർജ് സാർ മരിച്ചപ്പോൾ ആ സ്ഥാനത്തേക്ക് ബാലകൃഷ്ണപിള്ള വന്നു. പിന്നീട് ബാലകൃഷ്ണപിള്ളയും കെ എം മാണിയും നയിക്കുന്ന ഗ്രൂപ്പുകളുണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പ് കോൺഗ്രസ് മുന്നണിയിലും മറ്റത് മാർക്സിസ്റ്റ് മുന്നണിയിലുമായിരുന്നു. 1979 ആയപ്പോഴത്തേക്കും കേരള കോൺഗ്രസ് പാർട്ടി പിന്നെയും പിളർന്നു. കെ എം മാണിയുടെ പാർട്ടി പി ജെ ജോസഫിൻ്റെ പാർട്ടി ഉണ്ടായി. അങ്ങനെ 79 ശേഷം ആദ്യം വരുന്ന തെരഞ്ഞെടുപ്പാണ് 1980 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അതിൻ്റെ ഓർമ്മ പുതുക്കുന്നത് നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. 1980 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മൂവാറ്റുപുഴ മണ്ഡലത്തിൽ മത്സരിച്ചത് നമ്മുടെ ജോർജ് ജെ മാത്യു ആയിരുന്നു. ജോർജ് ജെ മാത്യു പൊട്ടംകുളം അപ്പച്ചൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. കാഞ്ഞിരപ്പള്ളിക്കാരനാണ്, വളരെ സമ്പന്നനാണ്. ഏറ്റവും അധികം റബ്ബർ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒരാളാണ് പൊട്ടംകുളം അപ്പച്ചൻ. അപ്പച്ചൻ അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പാർട്ടിയുടെ സംസ്ഥാന ചെയർമാൻ കൂടിയാണ്. അങ്ങനെ അദ്ദേഹം അത് സിറ്റിംഗ് എം പിയാണ് മൂവാറ്റുപുഴയിൽ, വീണ്ടും മത്സരിക്കും. അപ്പോൾ അപ്പച്ചൻ ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടി, CPI, കോൺഗ്രസ്സിലെ ആൻ്റണി ഗ്രൂപ്പ്, അഖിലേന്ത്യാ മുസ്ലിം ലീഗ് എല്ലാവരും പൊട്ടംകുളം അപ്പച്ചൻ്റെ കൂടെയാണുള്ളത്. അദ്ദേഹം LDFൻ്റെ സ്ഥാനാർത്ഥിയാണ്. എതിർ സ്ഥാനാർത്ഥി മോശക്കാരനൊന്നുമല്ല, അതുപോലെ തന്നെ സമ്പന്നനാണ്. അത് നമ്മുടെ മുണ്ടക്കൽ ബേബിയാണ്. ജോർജ് ജോസഫ് മുണ്ടക്കൽ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് എന്ന് ഞാൻ വിചാരിക്കും. മുണ്ടക്കൽ ബേബി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. വലിയ മീശയൊക്കെ ഉള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിഹ്നം ആനയാണ്, പൊട്ടംകുളത്തിൻ്റെ ചിഹ്നം കുതിരയാണ്. അപ്പോൾ 1980 ജനുവരി ആദ്യമാണ് ഈ തെരഞ്ഞെടുപ്പ്. ജനുവരി 6 മറ്റോ വരുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പൊട്ടംകുളമാണ് ജയിക്കാൻ ഏറ്റവും സാധ്യത. മറുഭാഗത്ത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ കൂടെ കോൺഗ്രസ് ഉണ്ട്, പിന്നെ നമ്മുടെ മുസ്ലിം ലീഗുണ്ട്. ഇങ്ങനെ ചെറിയ പാർട്ടികൾ മാത്രമേ ഉള്ളൂ. പിന്നെ കുറേ തുമ്പ് പാലുമില്ലാത്ത ചില പാർട്ടികൾ മാത്രമേ. അപ്പോൾ ഏത് നിലയ്ക്കും മൂവാറ്റുപുഴ ഒരു കേരള കോൺഗ്രസ് മണ്ഡലമാണ്. അവിടെ കേരള കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി ഒന്നുകിൽ മാണി ഗ്രൂപ്പ് അല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പ് ജയിച്ചേ പറ്റൂ. അങ്ങനെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചിഹ്നം കുതിരയാണ്, പൊട്ടംകുളത്തിന് കൂടെ ഒരു സ്ഥാനാർത്ഥിയെ ജോസഫ് ഗ്രൂപ്പുകാർ നിർത്തി. അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് ജെ മാത്യുവിനോട് സാദൃശ്യമുള്ളൊരു പേര് തന്നെയാണ്, ജോർജ് കുട്ടിയെന്നോ മറ്റോ. ഈ മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ ചിഹ്നം ഒട്ടകമായി. ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കുതിരയും ഒട്ടകവും നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത മൃഗങ്ങളാണ്. നമ്മൾക്ക് ഇതിനെ പടത്തിൽ മാത്രമേ കണ്ടുവരൂ. അതുകൊണ്ട് നമ്മളാരും വീട്ടിൽ കുതിര വളർത്തുന്നില്ല. വല്ല പട്ടിയ പൂച്ചയൊക്കെ ആണെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലായത്. കുതിര പിന്നെ ആളുകൾ ഒരുപാട് കൊല്ലമായിട്ട് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചിഹ്നമാണെന്നുള്ള നിലയ്ക്ക് അത് മാറ്റാൻ പറ്റുകയില്ല. ഒട്ടകം അത്ര തന്നെ പരിചിതമല്ലാത്തൊരു ചിഹ്നമാണ്. അപ്പോൾ ഈ ജോർജ് മാത്യുവിൻ്റെ തൊട്ടടുത്ത് ഒട്ടകം അടയാളത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ ആളുകൾ, പ്രത്യേകിച്ച് വയസ്സായ ആളുകൾ, കണ്ണിന് കാഴ്ച കുറവുള്ള ആളുകൾ പലരും കുതിരയാണെന്ന് തെറ്റിദ്ധരിച്ച് ഒട്ടകത്തിന് കൂട്ടി. ചില കാരണവന്മാർ വോട്ടെടുപ്പ് കഴിഞ്ഞ് പോളിംഗ് ബൂത്തിന് പുറത്ത് വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ഞാൻ ഇത്തവണയും കുതിരക്ക് തന്നെയാണ് ഈ കുത്തിയത്, കുതിരക്ക് എന്നതാണ് ഒരു കൂന് എന്ന് ചോദിച്ചു. കുതിരക്ക് എന്നതാണ് കൂന്? അവർ അത്ഭുതപ്പെട്ടു പോയി. കുതിരയ്ക്ക് കൂന് എന്ന് പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലായില്ലേ, വോട്ട് ചെയ്തത് ഒട്ടകത്തിനാണ്. അങ്ങനെ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ ഒട്ടകം അടയാളത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി ഏതാണ്ട് 12,000 വോട്ട് പിടിച്ചു. പൊട്ടംകുളം അപ്പച്ചന് ഏതാണ്ട് 1000 ചില്ലാൻ വോട്ടിന് തോക്കുകയും ചെയ്തു. അങ്ങനെയാണ് അപ്പച്ചന് ഇന്ത്യൻ പാർലമെൻറ്റിൽ അംഗമല്ലാതായി തീർന്ന്, അഥവാ മുണ്ടക്കൽ ബേബി ഇന്ത്യൻ പാർലമെൻറ്റിൽ അംഗമായി തീർന്നു. ഇങ്ങനെ ഒട്ടക അടയാളത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ബുദ്ധി അത് ചില്ലറ ബുദ്ധിയൊന്നുമല്ല, TN ജേക്കബിൻ്റെ ആയിരുന്നു എന്നാണ് പിൽക്കാലത്ത് ലോരപ്പൻ നമ്പാടൻ എഴുതിയിട്ടുള്ളത്. പൊതുവെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. TN ജേക്കബ് മരിച്ചുപോയി. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നതിന് യാതൊരു ന്യായവുമില്ല. അദ്ദേഹത്തോട് മരിച്ചുപോയ ആളോട് നമ്മളൊരു അനാദരവായിരിക്കും
കാണിച്ചതെന്ന് കൂടി വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ അഭിപ്രായം പൂർണ്ണമായ ബോധ്യത്തോടല്ല പറയുന്നത്. ഇങ്ങനെ ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഏതായാലും ഇങ്ങനെ ഒരു അപരൻ മത്സരിച്ചതുകൊണ്ടാണ് പൊട്ടംകുളം തോറ്റുപോയത്. അതും ചിഹ്നം കുതിരയായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പരാജയം ഉണ്ടായത്. ഇനി അടുത്ത ഗുണപാഠ കഥ ഇതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. 2004 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മണ്ഡലം മൂവാറ്റുപുഴയാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ പരമോന്നത നേതാവും മന്ത്രിയുമായിരുന്ന സാക്ഷാൽ കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി മത്സരിക്കും. എതിർ സ്ഥാനാർത്ഥി മൂവാറ്റുപുഴയുടെ പൊന്നോമന പുത്രൻ നിരന്തരമായി ആ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചുകൊണ്ടിരിക്കുന്ന പി സി തോമസാണ്. പി സി തോമസ് പറഞ്ഞാൽ യശശരീരനായ പി ടി ചാക്കോയുടെ മകനാണ്. പി ടി ചാക്കോയുടെ സ്മരണയിലാണ് കേരള കോൺഗ്രസ് സ്ഥാപിക്കപ്പെട്ടത്. അങ്ങനെ പാർട്ടിക്കാർ ഏറ്റവും പുണ്യവാനായി കരുതുന്ന അല്ലെങ്കിൽ പാർട്ടിയുടെ പരമോന്നത നേതാവായി പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ള മഹാനായ പി ടി ചാക്കോയുടെ മകൻ അഡ്വക്കേറ്റ് പി സി തോമസ് അവിടെ മത്സരിക്കുന്നു. അദ്ദേഹത്തിന് ചിഹ്നമില്ല, അദ്ദേഹം സ്വതന്ത്ര ചിഹ്നത്തിലാണ്. IFDP എന്ന് പറഞ്ഞ മഹാപാർട്ടിയുടെ നേതാവാണ് അദ്ദേഹം. ആ പാർട്ടി BJPയുമായിട്ട് സഖ്യത്തിലാണ്, NDAയുടെ ഭാഗമാണ്. അന്ന് പി സി തോമസ് സംഗതി വശാൽ കേന്ദ്രത്തിലൊരു സഹമന്ത്രിയും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ചിഹ്നം ടെലിവിഷനാണ്, സ്വതന്ത്ര ചിഹ്നം. അപ്പോൾ ഈ പി സി തോമസ് ജയിക്കാനൊരു ചെറിയ സാധ്യത അന്നത്തെ നിലയ്ക്കുണ്ടായിരുന്നു. പി സിയെ ആളുകൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. റബ്ബർ കർഷകരുടെ വിഷയങ്ങൾ നിരന്തരമായിട്ട് പാർലമെൻറ്റിൽ ഉന്നയിച്ചുകൊണ്ടിരുന്ന ആളാണ് പി സി തോമസ്. അതുകൊണ്ട് അദ്ദേഹത്തോട് ഒരു താല്പര്യം നാട്ടുകാർക്കുണ്ടായിരുന്നു, പ്രത്യേകിച്ച് സാധാരണക്കാർക്ക്, ഇടത്തരക്കാർക്ക്, റബ്ബർ കർഷകർക്കൊക്കെ പി സി തോമസിനോട് താല്പര്യമുണ്ടായിരുന്നു. കേരള കോൺഗ്രസ്സിലെ വലിയൊരു വിഭാഗം ആളുകൾ ജോസ് കെ മാണിക്ക് എതിരുവരുന്നു. ഈ മാണി സാർ സ്വന്തം മകനെ പൊക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നൊരു ആക്ഷേപമുണ്ട്. അതുകൊണ്ട് ഇവരെല്ലാവരും ജോസ് കെ മാണിയെ തോൽപ്പിക്കാൻ താല്പര്യപ്പെട്ടു. അതിൽ പി സി ജോർജ് ഉണ്ടായിരുന്നു, TN ജേക്കബ് ഉണ്ടായിരുന്നു, ജോണി നെല്ലൂരുണ്ടായിരുന്നു, പി ജോസഫ് ഉണ്ടായിരുന്നു, മറ്റ് പല നേതാക്കന്മാരുണ്ടായിരുന്നു. മാണി ഗ്രൂപ്പിലുള്ള ആളുകൾ പോലും ഈ ജോസ് കെ മാണിയെ തോൽപ്പിക്കാൻ വേണ്ടി രഹസ്യമായി നമ്മുടെ പി സി തോമസിനെ സഹായിച്ചു എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ മാണി ചില്ലറക്കാരനൊന്നുമല്ലോ, പണ്ട് പൊട്ടംകുളത്ത് അപ്പച്ചനിട്ട് പണിഞ്ഞ പണി പുള്ളിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് പി സി തോമസിൻ്റെ ചിഹ്നമായ ടെലിവിഷനോട് സാദൃശ്യമുള്ള ചിഹ്നങ്ങളുമായിട്ട് അദ്ദേഹം 2 സ്ഥാനാർത്ഥികൾ നിർത്തി. രണ്ടുപേരുടെയും പേര് പി സി തോമസ് എന്ന് തന്നെയായിരുന്നു. ഒരാളുടെ പേര് അഡ്വക്കേറ്റ് പി സി തോമസ് എന്ന് കൂടിയായിരുന്നു. ഈ അഡ്വക്കേറ്റ് പി സി തോമസിൻ്റെ ചിഹ്നം ബംഗ്ലാവ് ആയിരുന്നു. ടെലിവിഷനുമായിട്ട് ഒറ്റ കാഴ്ചയിൽ സാദൃശ്യമുള്ളതാണ്. മറ്റേ പി സി തോമസിൻ്റെ ചിഹ്നം അതിനേക്കാൾ ഗംഭീരമായിരുന്നു. അത് ഹാർമോണിയമായിരുന്നു. ഒരു ഹാർമോണിയം നമ്മൾ ബാലറ്റ് പേപ്പർ കാണുമ്പോൾ ചെറിയ ഒരു ചിത്രമാണ്. അതിന് ടെലിവിഷനോട് നല്ല സാദൃശ്യമുണ്ട്. ആളുകൾ തെറ്റിദ്ധരിച്ച് ഹാർമോണിയത്തിൽ വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതറിഞ്ഞ് പി സി തോമസ്, സാക്ഷാൽ പി സി തോമസ് വളരെ ചകിതനായി. അദ്ദേഹം ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. ഇങ്ങനെ എൻ്റെ ചിഹ്നത്തോട് സാദൃശ്യമുള്ള ചിഹ്നങ്ങളുമായിട്ട് വേറെ 2 തൊലിമ്പന്മാർ മത്സരിക്കുന്നു, ഇവന്മാരെ മത്സരിക്കാൻ അനുവദിക്കരുത് എന്ന്. പക്ഷേ എന്തു ചെയ്യാം, ഹൈക്കോടതി അതിൽ ഇടപെടാൻ വിസമ്മതിച്ചു. പിന്നെ പി സി തോമസ് ഒരു കാര്യം ബുദ്ധിയായിട്ട് ചെയ്തു. അഡ്വക്കേറ്റ് പി സി തോമസ് എന്നിട്ട് ബ്രാക്കറ്റിൽ പുള്ളോലിൽ എന്ന് ചേർത്തു. പുള്ളോലിൽ എന്നുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടുപേരാണ്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ വിജയം ഉറപ്പായതുകൊണ്ട് 2 വിദ്വാൻമാർ പി സി തോമസ് എന്ന പേരിൽ തന്നെ മത്സരിക്കുന്ന അവരുടെ ചിഹ്നം ഒന്ന് ഹാർമോണിയമാണ്, മറ്റത് ബംഗ്ലാവാണ്. നല്ലവരായ നാട്ടുകാരിൽ വഞ്ചിതരാകരുത്. എല്ലാവരും ടെലിവിഷൻ തന്നെ കണ്ട് ബോധ്യപ്പെട്ട് ഉറപ്പുവരുത്തിയതിന് ശേഷമേ വോട്ട് ചെയ്യാവൂ എന്ന് ഇദ്ദേഹം അഭ്യർത്ഥിച്ചു. ഏതായാലും പി സി തോമസിൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് കെ എം മാണിയുടെ ബുദ്ധിയല്ല. ഈ പ്രയോഗം ശരിക്കും ഫലിച്ചു. ആളുകൾ പരക്കെ ജോസ് കെ മാണി തോക്കാൻ പോവുകയാണെന്ന്, പി സി തോമസ് ജയിക്കാൻ പോവുകയാണ് എന്ന് അനുമാനിച്ചു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് വോട്ടെണ്ണി കഴിയുമ്പോൾ ജോസ് കെ മാണി 3ാം സ്ഥാനത്തായി, മാർസി സ്ഥാനത്ത് 2ാം സ്ഥാനത്ത്, പി സി തോമസ് 1ാം സ്ഥാനത്ത്. 500 ചില്ലാൻ വോട്ടിൻ്റെ ഭൂരിപക്ഷം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ 2 അപരന്മാർക്ക് പറയത്തക്ക വോട്ടൊന്നും കിട്ടിയില്ല. നമ്മുടെ പൊട്ടംകുളം അപ്പച്ചനുണ്ടായ ദുർവിധി പി സി തോമസിനുണ്ടായില്ല. പി സി തോമസ് ജയിച്ചു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കോടതി റദ്ദാക്കി അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്ക് നേരിട്ടുമൊക്കെ ശരിയാണെങ്കിൽ പോലും പി സി തോമസിൻ്റെ അടുത്ത് കെ എം മാണിയുടെ ഈ വിളച്ചിലും വേഷം കെട്ടും നടന്നില്ല. ഇതാണ് സത്യം. അപ്പോൾ ഞാനിതിൽ ഗുണപാഠ കഥ എന്താണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്തായാലും ഗുണപാഠം ചോദിക്കില്ല. ഗുണപാഠം എന്താ വെച്ചാൽ ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. കേരള കോൺഗ്രസ് പോലൊരു പ്രസ്ഥാനം, കേരളത്തിലെ ക്രൈസ്തവരുടെ, പ്രത്യേകിച്ച് സുറിയാനിക്കാരുടെ ആശയും ആവേശവുമായിരുന്ന, കർഷകരുടെ രോമാഞ്ചമായിരുന്ന ഒരു പാർട്ടി എങ്ങനെ ഇങ്ങനെ നിർമൂലമായി പോയി, എങ്ങനെ ഇതുപോലെ ദയനീയാവസ്ഥയിലെത്തി എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതുപോലെയുള്ള തെരഞ്ഞെടുപ്പുകളിലുണ്ട്. ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ അയാൾ തോൽപ്പിക്കാൻ വേണ്ടി ഇതുപോലെ അധാർമികമായ പ്രവൃത്തികൾ,
രാഷ്ട്രീയ സദാചാരത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന ഒരു പാർട്ടി ഒരുപാട് കാലം നിലനിൽക്കില്ല. വളരും തോറും പിളരും എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ രസമുണ്ട്. പക്ഷേ സത്യത്തിൽ സംഭവിച്ചത് മറിച്ചാണ്. നിരന്തരമായ പിളർപ്പുകൾ കൊണ്ട് പാർട്ടി ശിഥിലമാകുകയും നേതാക്കന്മാർ തമ്മിലുള്ള സ്പർദ്ധ വർദ്ധിക്കുകയും ഓരോ നേതാവും അവനവൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി മാത്രമായിട്ട് ഭരണം നടത്താൻ തുടങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് കേരള കോൺഗ്രസിൻ്റെ ഒരു വലിയ ദുരന്തം. അങ്ങനെയാണ് ഈ പാർട്ടി ഇന്ന് കാണുന്ന രീതിയിൽ 16 ഗ്രൂപ്പുകളായിട്ട് മാറി. ഒരു ഗ്രൂപ്പിനും ഒറ്റയ്ക്ക് മത്സരിച്ച് ഒരു സീറ്റെങ്കിലും ജയിക്കാൻ പറ്റാത്ത സാഹചര്യം കേരളത്തിലുള്ളതായിരുന്നു. അപ്പോൾ ഈ ദുഃഖ വെള്ളിയാഴ്ച ദിവസം ആ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കേരള കോൺഗ്രസ്സുകാർ, പ്രത്യേകിച്ചും ക്രൈസ്തവർ പൊതുവിൽ ആലോചിക്കേണ്ട ഒരു വിഷയം, കേരള കോൺഗ്രസ് പാർട്ടി ഇങ്ങനെയായി, എങ്ങനെ ഈ നിലയിലെത്തി? മറുഭാഗത്ത് മുസ്ലിം ലീഗിനുണ്ടായ അഭിവൃദ്ധി ആളുകൾ കാണുന്നുണ്ട്. അതിനേക്കാൾ എത്രയോ ശക്തി പ്രാപിച്ച പാർട്ടിയായിരുന്നു കേരള കോൺഗ്രസ്. ആ പാർട്ടി അങ്ങനെ എല്ലും തുല്യമായിട്ട് മാറി എന്ന് അന്വേഷിക്കുന്നവർക്ക്, എന്ന് ആലോചിക്കുന്നവർക്ക് ഒരു ദൃഷ്ടാന്തം ഞാൻ ഈ പറഞ്ഞ കഥകളിലുണ്ട് എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി. ദുഃഖ വെള്ളിയാഴ്ചയുടെ ആചരണത്തിൽ ഞാനും പങ്കുചേരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.